കോൺഗ്രസുകാരെ ഈ പരനാറി പാർട്ടിയെ മുടിക്കും. 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവ്. പിന്നെ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? ശരിക്കും ഈ മോൻ്റെ മോനായിരുന്നു പ്രതിപക്ഷ നേതാവ് കളിച്ചത്. എല്ലാം നിങ്ങൾ മറന്നുപോയോ? കേരളത്തിലെ കോൺഗ്രസ്സുകാരടക്കം എല്ലാവരും അത് മറന്നുപോയി. ഉമ്മൻചാണ്ടിക്ക് അന്ന് VS അച്യുതാനന്ദനോ LDFോ ആയിരുന്നില്ല പ്രതിസന്ധി സൃഷ്ടിച്ചത്. പിന്നെയോ ഈ കുലംകുത്തിയായിരുന്നു. ഇവന്റെ നിലപാടുകളും പ്രസ്താവനകളുമായിരുന്നു ഉമ്മൻചാണ്ടിയെയും പാർട്ടിയെയും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയത്. 2016 UDFന് തുടർഭരണം നഷ്ടപ്പെടുവാനും ഇടയാക്കിയത് ഇവന്റെ ചെയ്തികൾ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. VD സതീശന്റെ പ്രസംഗങ്ങളായിരുന്നു ഇടതുപക്ഷം 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് UDFനെതിരെ ഇറക്കിയ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. പാർട്ടിയിൽ യാതൊരു ഐക്യവുമില്ല, തമ്മിലടിയാണ് എന്ന നറേറ്റീവാണ് അന്ന് LDF ഇറക്കിയത്. ഈ നറേറ്റീവാണ് 2016 തെരഞ്ഞെടുപ്പിൽ LDFനെ തുണച്ചത്. ഞങ്ങളുടെ ലൈബ്രറിയിലുള്ള പഴയ ചില ക്ലിപ്പിങ്ങുകൾ കാണുക. അധികാരമോഹിയാണ്. ഈ അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. അവരുടെ ഈ പ്രായത്തിൽ അവരൊന്നും ചെയ്തത്രയൊന്നും കുഴപ്പം നമ്മളാരും ചെയ്തിട്ടില്ല, ചെയ്യൂല. VD സതീശൻ കേരളത്തിലെ KPCC വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. 5 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഇപ്പോഴത്തെ അല്ലേ, അടുത്ത തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല. കൊടിക്കുന്ന് സുരേഷ് പണ്ട് മുതലേ ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ എൻ്റെ ചെലവിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടിക്കുന്ന് സുരേഷ് ഇറങ്ങിയിരിക്കുന്നത്. അത് വേണ്ട. മാത്രമല്ല സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് പാർട്ടിയിലുള്ള പാരമ്പര്യം എല്ലാവർക്കും. AK ആന്റണിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. AK ആന്റണിയോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത്. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്റ്റുകളിൽ നിന്നും പുറകെ പോകാതെ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്ന് റീഡിഫൈൻ ചെയ്യണം. അത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. എന്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. ഇവരെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നുമല്ല. പക്ഷെ ഞാനുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന്. ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാറില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം ഏതു പ്രായത്തിലാണ് ഇവരെയൊക്കെ വിമർശിച്ചിട്ടുള്ളത്? ഈ വിമർശിക്കാൻ ഒരു പ്രായം വേണം. AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഏതു പ്രായത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ? കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെ ഇറക്കണം. അത് പരസ്യമായി. AK ആന്റണിയെ താഴെ ഇറക്കാൻ രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ശബ്ദം, ഒരു ഒച്ചയനക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ്. അത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി മാറണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഗവൺമെന്റ്, ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തില്ലേ മന്ത്രിസഭാ പുനഃസംഘടന വേണമെന്ന് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ആവശ്യമില്ല. ഈ ടീം തന്നെ ഭരിച്ചിട്ടാണ്
കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 12 സീറ്റ് കിട്ടിയത് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോ ഇത് വേറെ ഏതോ ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, എന്നോടല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ മീതെ കെട്ടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞത് AK ആന്റണിയോടാണ്, എന്നെ കൂടി പറഞ്ഞേക്ക്. AK ആന്റണിയോട് നേരിട്ട് പറയാനോ അദ്ദേഹത്തിനെതിരെ പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് AK ആന്റണിയെ പോലുള്ള മുതിർന്ന ഒരു നേതാവ്, അഴിമതിരഹിതനായ ഒരു നേതാവ്, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടാൻ കഴിയാവുന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് കേരളം മുഴുവൻ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം. അദ്ദേഹത്തെ കൊണ്ടുപോലും അത് പറയിപ്പിക്കാൻ ഞാൻ പറയാൻ കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഇപ്പോഴത്തെ അല്ലേ, അടുത്ത തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ്. ഇവരെല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല. വായടപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും അട്ടിമറിക്കാൻ കാർമ്മികത്വം വഹിച്ച ആളുകളാണ് ഇവരെല്ലാം. അപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ഒച്ചയനൊക്കെ കേൾക്കുമ്പോൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരോ വരികയാണെന്നുള്ള തോന്നലാണ്. ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യത്തോടല്ലല്ലോ പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തോടാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഞാൻ ആ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു വ്യത്യാസമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണ് ഞാൻ പറഞ്ഞത്. ഏത് കോൺഗ്രസ്സുകാരനോടും നിങ്ങൾ വഴിയിൽ നിർത്തി ചോദിച്ചു എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. ഓർക്കുക, UDFൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല, ഇവർ തമ്മിൽ അടിയാണ് എന്നതാണ് 2026ലും LDF സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന നറേറ്റീവ്. 2016ൽ ഈ പരനാറി എങ്ങനെ ഇവരെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ സഹായിച്ചോ അതേ പണിയാണ് ഇന്നും തുടരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രം പക്ഷേ ഇതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, 2011ൽ UDF അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ ഏറ്റവും സുപ്രധാന സംഭവവികാസം ഹരിത MLA-മാരുടെ വരവായിരുന്നല്ലോ. ഇവന്മാരായിരുന്നു ഹരിത MLA-മാർ. VD സതീശൻ, TN പ്രതാപൻ, MV ശ്രേയംസ് കുമാർ, VT ബൽറാം, ഹൈബി ഈഡൻ, CP മുഹമ്മദ്, പാലോട് രവി. ഹരിത വെബ്സൈറ്റ് തുടങ്ങിയും സ്വന്തം സർക്കാരിന്റെ പരിസ്ഥിതി നയങ്ങളെ നഖശികാന്തം എതിർക്കുവാൻ മടികാട്ടാതെയും വർഷങ്ങളായി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നവരെ കടത്തിവിട്ടുന്ന രീതിയിൽ പരിസ്ഥിതി കാര്യങ്ങളിൽ ഇവർ കയറി ഇടപെട്ടു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി സിയാൽ മാതൃകയിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തെയും അബ്കാരി നയത്തെയും പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി വിമർശിച്ചും പരസ്യമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇവന്മാർ. കേരളത്തിൽ നടക്കുന്നത് പകൽക്കൊള്ളയാണെന്ന് വരെ VD സതീശൻ പരസ്യമായി തുറന്നടിച്ചു. സ്വന്തം സർക്കാരിന്റെ അബ്കാരി നയത്തിനെതിരെ പ്രതാപൻ കോടതിയിൽ വരെ പോയി. ഈ നടപടിക്ക് മകുടം ചാർത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ നിലപാട് സ്വീകരിച്ച് സർക്കാരിന് തലവേദനയുണ്ടാക്കുന്ന VM സുധീരൻ മറുവശത്തും പിന്നീട് VD സതീശൻ KPCC വൈസ് പ്രസിഡന്റായി. UDFൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ചതീശനെ അന്നേ പിണറായി നോട്ടമിട്ടിരുന്നു. ഇടുക്കി ബിഷപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന പരിസ്ഥിതി സംരക്ഷണ നിലപാട് സ്വീകരിച്ച PT തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചാ വിഷയമായപ്പോഴും PT തോമസിന് സീറ്റ് കിട്ടാതെ വരികയും ചെയ്തപ്പോഴും ഹരിത MLA-മാർ ഒന്നടങ്കം നിശബ്ദരായി. പിന്നീട് സരിതാ വിഷയം വന്നപ്പോഴും ഇവന്മാർ മിണ്ടാതിരുന്നു. സതീശൻ ഭരണം തീരുന്നതുവരെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഉറഞ്ഞാടി. ഇതൊക്കെ കേക്കച്ച നീ മറന്നാലും ഇവിടുത്തെ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും മറക്കില്ല. സതീശന്റെയും സുധീരന്റെയും പല പ്രസ്താവനകളും 2016ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുഖ്യ പ്രചാരണ ആയുധമാക്കി. 2016ൽ ആദ്യ പിണറായി സർക്കാരിന് അവസരമൊരുക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചവനാണ് ഈ കേക്കച്ചൻ എന്ന് കോൺഗ്രസുകാർ മറന്നുപോകരുത്. 2016ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. പരിസ്ഥിതി വിഷയത്തിൽ UDF ഭരണകാലത്തെടുത്ത തീരുമാനത്തിനെതിരായി ക്വാറികളുടെ ദൂരപരിധി പിണറായി സർക്കാർ 50 മീറ്ററായി വെട്ടിക്കുറച്ചു. പക്ഷേ സതീശൻ മിണ്ടിയില്ല. അന്ന് ഇവന്റെ അണ്ണാക്കിൽ പഴമായിരുന്നു. അതിനെതിരെ ഹരിത ട്രിബ്യൂണൽ വിധി വന്നു. ക്വാറി ഉടമകൾ ഹൈക്കോടതിയിൽ പോയി. പിണറായി സർക്കാർ ക്വാറി ഉടമകൾക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു. ഹൈക്കോടതിയും ക്വാറി ഉടമകൾക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചു. അപ്പോഴും പഴയ ഹരിത MLA-മാർ പ്രതികരിച്ചില്ല. ഈ ഹൈക്കോടതി വിധിക്കെതിരെ ഹരിത ട്രിബ്യൂണൽ സുപ്രീം കോടതിയിൽ പോയി. പിന്നീട് സുപ്രീം കോടതി വിധി വന്നു. പിണറായി സർക്കാർ കൊണ്ടുവന്ന ദൂരപരിധി റദ്ദാക്കി. ഈ നിമിഷം വരെ പഴയ ആ ഹരിത MLA-മാർ, ആ മോന്റെ മോന്മാർ, ആ
ആ കുലംകുത്തികൾ ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തതായി യാതൊരു അറിവുമില്ല. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തെ ഇവന്മാർ പരസ്യമായി എതിർത്തു, പ്രതിസന്ധി ഉണ്ടാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് ബാറുകൾ 26-ലും താഴെയാക്കി. ഇന്ന് സംസ്ഥാനത്ത് 1000-ൽ പരം ബാറുകളും 1000-ൽ പരം ബെവ്കോ ഔട്ട്ലെറ്റുകളുമുണ്ട്. മുക്കിന് ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും ഷാപ്പുകളും. ഈ ഹരിത MLA-മാർക്കും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കേക്കച്ചനും യാതൊരു കുഴപ്പവുമില്ല. പാലക്കാട്ട് ബ്രൂവറി വരുന്നതിനെ പോലും ഇവന്മാർ എതിർത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. 2011-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ചതീശൻ കാണിച്ച ആർജവത്തിന്റെ 100-ൽ1 ഇയാളെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നപ്പോൾ കാണിച്ചോ? ഇല്ല. സർക്കാരിന്റെ മദ്യനയം, ക്വാറി നയം, പരിസ്ഥിതി നയം, എന്തിലെങ്കിലും ഇയാൾ ഒരു പ്രതിഷേധമെങ്കിലും അറിയിച്ചോ? വെടികളുടെ അണ്ണാക്കിൽ കേക്ക് വെച്ചു കൊടുക്കുവാൻ കാണിക്കുന്ന ആ ആർജവമെങ്കിലും ഈ നാണം കെട്ടവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കാണിച്ചോ? ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി അടുത്ത സദസ്സ് സംഘടിപ്പിക്കുവാൻ പോകുന്നു LDF. അയ്യപ്പ സംഗമം നടത്തുവാൻ പോകുന്നു. ഇവൻ രാഹുലിന്റെ ശുക്ലം ആരുടെ കൃഷിയിടത്തിലാണ് വീണത് എന്ന് അന്വേഷിച്ച് നടക്കുകയാണിപ്പോൾ. ഓർക്കുക, പഴയ ഹരിത MLA-മാരിൽ ഒരാളായ പ്രതാപനും കൂടി ചേർന്നാണ് രാഹുലിനെ പണിയുവാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഭരണം പിണറായി വിജയനെ ഏൽപ്പിച്ച ഈ പരനാറി, ഈ കുലംകുത്തി ഇന്നും അതേ തരവഴി കാണിച്ചു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി മൂന്നാമതും പിണറായിക്ക് തുടർഭരണമൊരുക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുക. ഇവന്റെ ലക്ഷ്യം അടുത്ത തവണയും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുക എന്നത് മാത്രമാണ്. അതാണ് സേഫ്. ഇവനെ ഒസാമ ബിൻ ലാദനെ അമേരിക്ക വളർത്തിക്കൊണ്ടുവന്നതുപോലെ പിണറായി വളർത്തിക്കൊണ്ടുവന്ന ഒരു വിഷപ്പാമ്പാണെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക. ഇവൻ കോൺഗ്രസിനെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അണിയറയിൽ മുസ്ലിം ലീഗുമായി LDF ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും മനസ്സിലാക്കുക. സതീശൻ ഈ പണി തുടർന്നാൽ അവർ മനസ്സുമെടുത്ത് LDF-മായി സഖ്യമുണ്ടാക്കും എന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ കുലംകുത്തിയെ, ഈ പലതന്തയ്ക്ക് പിറന്ന സ്വഭാവം കാണിക്കുന്ന ഇവനെ ഒറ്റപ്പെടുത്തി രാഹുലിനെ തിരികെ എടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുക. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കും, യാതൊരു സംശയവുമില്ല. ഇവനൊപ്പം ഇവന്റെ വീട്ടുകാർ പോലും നിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. കേക്കച്ചനെ നിർവീര്യമാക്കൂ, രാഹുലിനെ തിരികെ എടുക്കൂ. അതാവട്ടെ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത് PR ജീവനക്കാരുടെ ജൽപ്പനങ്ങളല്ല, കേരളത്തിന്റെ പൾസാണ്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഇപ്പൊ അവൻ പത്തി മടക്കി നമ്മളെ ബോധ്യം നിലപാട് അവൻ പത്തി മടക്കി എന്ന് പറയുന്നു. സൈബർ ആക്രമണം. ഷാഫിക്ക് അങ്ങനെ പൊതിഞ്ഞു പിടിക്കാനേ പറ്റുള്ളൂ സാർ. പക്ഷെ നമ്മൾ പുറകിലോട്ട് പോവില്ല. സാറിന്റെ എഫേർട്സ്, അയ്യോ, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാഹുലിന് വേണ്ടി സാറ് ഞങ്ങളെ പോലെ തന്നെ. പക്ഷെ സാറിന് നല്ല സാമർഥ്യമുണ്ട് സാർ. എന്നെക്കാളും യങ്സ്റ്റർ ആയതുകൊണ്ട് സാർ അതിനെ വലിയ നല്ല അവതരണ ശൈലിയിൽ സാറ് സങ്കടങ്ങളെ അവതരിപ്പിച്ചു. ഓ, സാറിന് എങ്ങനെ നന്ദി പറഞ്ഞാലും പറ്റില്ല സാർ. അവനെ വിടരുത് സാർ. അവൻ മാപ്പ് പറയണം സാർ പൊതുജനങ്ങളോട്. സാറ് ഒരുപാട് എഫേർട്സ് എടുത്തു, ഈ കോർഡിനേറ്റ് ചെയ്തു, ഒരുപാട് അഭിപ്രായങ്ങളെ. സാറ് ഫീൽഡിൽ പോയി. അത് വെറുതെ സാറ് ഓഫീസിൽ ഇരുന്ന് പറ്റില്ല, എനിക്കറിയാം. സാർ ഒരുപാട് കോർഡിനേറ്റ് ചെയ്തു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ. അയ്യോ, അതിനെന്ത് വില ഞങ്ങൾ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം തരണമെന്ന് എനിക്കറിയില്ല. എനിക്ക് സാർ ഈ ആരുടെയും പേഴ്സണൽ നമ്പർ അറിയില്ല. ഇനി എന്നെങ്കിലും ഇവരെ ആരെങ്കിലും സെക്രട്ടേറിയറ്റിനോടെ കാണുമ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സാറിനെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവാക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പോണു. അയ്യോ, സാർ വെറുതെ ഒരു ആങ്കറാണോ? ഒന്നുമല്ല. എന്റെ അമ്മ, രാഹുലിനെ പിറക്കാതെ പോയ മൂത്ത സഹോദരൻ സാറ്. ഷാഫിയൊക്കെ രാഹുലിന് വേണ്ടി നിന്നു. രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിലൊക്കെ നിന്നു, അതൊക്കെ. പക്ഷെ സാറിനെ പോലെ ഒരു സപ്പോർട്ടീവ് കോർഡിനേഷൻ കൊടുക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. സാറിന്റെ ഒരൊറ്റയാളിന്റെ പ്രയത്നം കൊണ്ടാണ് രാഹുൽ ഇന്ന് ഇങ്ങനെ ചിരിച്ചു ഉയർന്നു നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും അവനെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാം. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന് 2 കൈകൊണ്ടും ഞങ്ങൾ തൊഴുകയാണ്. കേരളം സാറിന് ഇനി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ സ്ഥാനം സാറിന് തരണം.
ഞാൻ ഇവരോടൊക്കെ പറയും. കാരണം സാർ അത്രയ്ക്ക് ഉൾക്കൊണ്ടു. രാഹുലിന് വേണ്ടി എന്നുള്ളതല്ല, രാഹുൽ നിയമസഭയിലൊക്കെ സാറിന് അറിയാലോ, സാറ് കണ്ടു കാണുമല്ലോ. സതീശൻ ഇങ്ങനെ ഒരുമാതിരി മത്തങ്ങ തലയും വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ചെക്കൻ ഇങ്ങനെ അവിടെ കിടന്ന് വെടിക്കുമായിരുന്നു. വിജയൻ എന്നാണ് പിണറായി വിജയനെ രാഹുൽ വിളിച്ചത് ഒരിക്കൽ. എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മുഖം ഇങ്ങനെ വേർപ്പിച്ചു. വീണ്ടും പറഞ്ഞു, താങ്കൾ പേരതല്ലേ സർ എന്ന്. എന്തായാലും അവനെ ചവിട്ടി താഴ്ത്തി അവൻ ആത്മഹത്യ ചെയ്യാതെ സാറ് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. ആസ് എൻ എൽഡർ ബ്രദർ. അതിന് ഞങ്ങൾ കേരളം സുനിൽ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു സർ. ജോർജ് ആണ് കടപ്പുറത്ത് നിന്നാണ്. അല്ല, നിങ്ങളുടെ ഈ ചാനലുകളുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായി. കാരണം ഇതേ നമ്മൾ കാണത്തുള്ളൂ. കാരണം ഇതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ ഈ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ഒക്കുന്നത്. വാസ്തവത്തിൽ ഈ നമ്മുടെ കോൺഗ്രസിനെ ചതിച്ചത് സതീശൻ, ചെന്നിത്തല, പിന്നെ വേണുഗോപാൽ, ഈ മൂന്നെണ്ണം യുവന്മാരല്ല, മറ്റവരെ കൊണ്ടല്ല ശല്യം. നമുക്ക് യുവന്മാരെ കൊണ്ടാണ്. ഇതിനെ നശിപ്പിച്ചത് യുവന്മാരാണ്. എന്തിനിങ്ങനെ യുവന്മാരെ ഇറക്കിയോടെ ബാക്കി ഇതിൻ്റെ തണികൾ MLA-മാരും മറ്റവരും ഈ KPCC പ്രസിഡന്റ് എന്തിനാ ഉദാഹരണമായിരുന്നു, എത്ര നല്ലതായിരുന്നു. എന്തിനിങ്ങനെ നശിപ്പിക്കുന്നത്? നമ്മളെല്ലാം തീരുമാനിച്ചു കുറെ പേര്. ഈ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം വന്നില്ലെങ്കിൽ, അവനെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഒരൊറ്റ വോട്ട്. ഞാൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്, ചെറുപ്പം മുതൽ കോൺഗ്രസ് പാർട്ടി. ഇനിയും അത് ശപഥം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ കുറെ പേര് ഞങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് വോട്ട് ചെയ്യില്ല, കൊമ്മാരിക്കും വേണ്ട വോട്ട് ആരെങ്കിലും ഭരിക്കാം. അതുകൊണ്ട് സഹോദര, നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഉപകാരം വലിയൊരു ഉപകാരമാണ്. ഈ ചാനൽ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതൊന്നും പറഞ്ഞു കൊടുക്കണം. ഈ സതീശൻ ഒറ്റ ഒരുത്തനാണ് ആ ചെറുക്കനെ നശിപ്പിക്കുന്നത്, കോൺഗ്രസിനെ നശിപ്പിക്കുന്നു. പേര് മാധവൻ നായർ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. എനിക്ക് 64 വയസ്സായി. ഞാൻ KSU, യൂത്ത് കോൺഗ്രസ് എന്നിവയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഈ സതീശനും വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയും എല്ലാം കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ യൂത്ത് ആയിട്ട് വളർന്നു വരുന്ന നമ്മളെ മാങ്കൂട്ടവും, അതുപോലെ തന്നെ ഷാഫി പറമ്പിലും, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ ചെറുപ്പക്കാരായ നേതാക്കന്മാരെല്ലാം മുൻനിരയിൽ കൊണ്ടുവന്ന് വന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടും. സാറേ, ഞാൻ നെടുമങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേജിലുള്ളതാണ്. സാറേ, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി വന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല സാറേ. ഈ പരനാറി എന്ന് പറഞ്ഞ സതീശൻ, ഇവൻ കാണിക്കുന്ന ഓരോ കോപ്രായവും ഈ മനുഷ്യന്മാർ കാണുന്നില്ലേ സാറേ? സാറ് മാത്രമാണ് രാഹുലിന് വേണ്ടി മാത്രം നിന്നത്. രാഹുൽ, ഷാഫി, ഈ നമ്മുടെ ഉമ്മൻചാണ്ടി രാമോൻ, പിന്നെ നമ്മളാ ഈ ഒരു കൊച്ചു നേതാക്കന്മാരുണ്ട്. ഇവര് കയറ്റിക്കൊണ്ട് വരൂല സാറേ. ഇവർക്കൊക്കെ 70-75 വയസ്സ് പ്രായങ്ങളുണ്ടല്ലേ സാറേ. യുവന്മാര് തിന്ന് മുടിച്ച് യുവന്മാര് തിന്നുന്ന ആഹാരം ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവനൊക്കെ കേക്ക് മുറിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു. സാറേ, എത്ര പേരുണ്ട് സാറേ ഇന്നും വീടും കുടിയും ഇല്ലാതെ കിടക്കുന്നു. ഈ പിണങ്ങാണ്ടി, ഈ പന്നി ഇത്രയും കാലം ഇവിടെ 9 വർഷം ഭരിച്ചില്ലേ സാറേ? ഇന്ന് എത്ര പേര് സാറേ ഇന്നും വഴിയതാരുണ്ട് നടക്കുന്നത്? സാറേ, കരഞ്ഞു പോണ സാറേ ആ ചെറുപ്പക്കാരന്റെ കാര്യം കേട്ടപ്പോ. അവൻ നല്ല കഴിവുള്ളവനാണ്. അവൻ ഈ കോൺഗ്രസിനെ വീണ്ടും പിടിച്ചുയർത്തി കൊണ്ടുവന്നെയാണ്. യവന്മാർക്ക് പണം 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 പണവും പെണ്ണും പണവും പെണ്ണും പണവും പെണ്ണും ഇതല്ലാതെ യവന്മാർക്ക് വേറെ ഒരു ചിന്തയും ഇല്ല. ഈ VD സതീശൻ ഒരുത്തിക്ക് വായിക്കകത്ത് കേക്ക് വെച്ചു. ആ പെണ്ണിന് 10-22 വയസ്സായില്ലേ? എങ്ങനെ ഇവളുടെ അപ്പനായത് ഇവൻ? അവളൊക്കെ ഈ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച ഒരു ഡ്രസ് വിട്ടുകൊണ്ട് ഒരു സ്റ്റേജിൽ കയറി പോണു. ആ ബാക്ക് കണ്ട ഏവനും മോഹിക്കില്ലേ സാറേ? ഇവൻ മോഹിച്ചതിന്റെ പുറത്താണ് ഇതെല്ലാം സംഭവിച്ചത് സാറേ. ആ പാവപ്പെട്ട ചെറുക്കൻ സാറേ, എനിക്കിപ്പോ 62 വയസ്സായി. ഈ ഓരോ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ ഓരോ നല്ല കഴിവുള്ളവർ കയറി വരണം. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരോ ആയിക്കോട്ടെ, ഇവനൊക്കെ ഇത്രയും പൈസ കൊണ്ട് എവിടെ കൊണ്ട് കുഴിച്ചു മൂടും? ഇവനൊക്കെ സാറേ ഒരു 500 നോട്ട് അമ്മിയിൽ അരച്ച് ഒരു നാക്കിൽ തൊട്ടാണ്ടല്ലോ സാറേ, നമുക്കൊരു ആരുടെ ഒരു സവാള വാങ്ങിച്ച് തിന്നാണ്ട കഴിവ് പോലും ഇല്ല. ഇവനൊക്കെ എന്തിനു വേണ്ടി കിടന്ന് ഓടണത്? സതീശൻ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് വരുന്നു, സംസാരിക്കുന്നു. രാഹുലിനെ ഇവൻ കുറ്റം പറയേണ്ട കാര്യം എന്തിന്? ആ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ സാറേ ഇവന് വോട്ടിട്ടത് രാഹുലിന്. ഇവന് പറയാൻ എന്തിനാണ് അധികാരം? അവിടുത്തെ അമ്മമാരുണ്ട്, സഹോദരികളുണ്ട്.
തങ്കച്ചിമാരുണ്ട്, അപ്പന്മാരുണ്ട്. അവരിറങ്ങും സാറേ. ഇവിടുന്ന് ഞങ്ങളും ഇറങ്ങും സാറേ. പടയോടെ ഞങ്ങളും ഇറങ്ങും. ഇത്രയും പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ സാറേ. കരഞ്ഞു പോണം സാറേ. സാറിന്റെ ഈ ചാനലിൽ വന്ന വാർത്ത കേട്ടപ്പോ നമ്മൾ സന്തോഷത്തോടെ ഇരുന്നു. സാറേ, നമ്മൾ എത്ര കാലം ജീവിക്കും സാറേ? ഈ പിണറാണ്ടി എത്ര കാലം ഇനി അവൻ ജീവിക്കും? ഈ സതീശൻ ഇനി എത്ര കാലം ജീവിക്കും? ഇവിടെ രാജാക്കന്മാർ ജീവിച്ചിട്ടില്ലേ? യവന്മാർ ആക്ക് വേണ്ടി കൊണ്ടുപോയി. യവന്മാർ ഇത്രയും കോടികൾ ആക്ക് വേണ്ടി സാറേ കൊണ്ടുപോണത്. സാറേ, പട്ടണി പാവങ്ങൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് സാറേ. നാഴി അരിക്ക് വേണ്ടി ഇപ്പോഴും കഞ്ഞിക്ക് വേണ്ടി ഓടുന്നവര്. ഇവനൊക്കെ വണ്ടി കയറുന്നു, പോകുന്നു. അവനൊക്കെ പടയാളികളുണ്ട്. പിന്നെ കുറെ പന്ന പോലീസുകാരന്മാര്. അവനൊക്കെ 10, 35, 40,000, 50,000 ശമ്പളം വാങ്ങിച്ച് പാവങ്ങളെ കൊണ്ട് കവാലത്തിലടി, നെഞ്ചിലടി. അവരടുത്തൊരു മര്യാദ പറഞ്ഞവരെ വിട്ടുകൂടി. എടാ, നീ ഇനി ഇതൊന്നും ചെയ്യരുത്, മേലാരും ഇനി വരരുത്. സാറേ, എത്ര കാലം സാറേ ഇനി ഈ ഭൂമി നിൽക്കും? ഈ ലോകത്തിന് എത്ര കാലം ഇനി ഈ ഭൂമി നിൽക്കും? ഇവൻ ചിന്തിക്കണ, ഈ പിണങ്ങാണ്ടി, ഈ സതീശൻ ചിന്തിക്കണ. ഇവൻ ഗൾഫിൽ പോയി എന്റെ പൊന്നെ പാന്റ് ഉടുപ്പ് എടുത്ത് അവന്റെ ഉണ്ണി വയറും വെച്ച് പന്ന ഒരു ചാനലിൽ ഇവനെ കുറിച്ച് ഒരു സ്ത്രീ പറയണ ഞാൻ കേട്ട്. ഇവൻ മറ്റേ ഈ ബൈക്ക് സ്കൂട്ടർ അടിച്ചും അവരടുത്ത് ചൊള്ളണത്, എടുക്കണത്, 10 പൈസ വാങ്ങിക്കണത്. ഇവനൊക്കെ എന്തിനു സാറേ? സാറേ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോവും. ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോവും. ഇനി വരുന്ന തലമുറയെ അവര് കൈപിടിച്ച് കയറ്റിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇനി ഈ ഭൂമിയിൽ ഇനിയിപ്പോ ടെറസ് കിട്ടൂല, ഇനി മറ്റത് കിട്ടൂല, മറിച്ച് കിട്ടൂല. യവനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരിക, സംസാരിക്കുക, കടക്കുക പുറത്ത്. ഇവൻ എത്ര കാലം ജീവിക്കും സാറേ? ഇവൻ എത്ര കാലം സാറേ ജീവിക്കും? രാഹുലിനെ സാറേ രക്ഷപ്പെടുത്തുന്നത്. അതേപോലെ ഷാബി, അവൻ മുഖ്യമന്ത്രിയാവണം. അവൻ ഈ ഭൂമിയിൽ അവൻ മുസ്ലിം ആയിക്കോട്ടെ സാറേ, ഞാൻ ക്രിസ്ത്യാനിയാ. കഴിവുള്ള ചെറുക്കാൻ സാറേ. ഒന്ന് സാറേ, ആ ചെറുക്കനെ രക്ഷപ്പെടുത്തണം. 33 വയസ്സായ ചെറുക്കനാണ്. ചിലപ്പോൾ ചാവല്യങ്ങൾ കാണും സ്വാഭാവികമായിട്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. അവള് സ്റ്റേജിക്കാരന്മാരുടെ ബാക്ക് കാണണം. കോൺഗ്രസ് മരിച്ചു വന്നപ്പോ അവൻ പിടിച്ച് അവന്റെ ഓരോ ഡയലോഗും പടക്കാണ്. ഞങ്ങൾ ഓരോ ദിവസം കൊന്ത ചൊല്ലുമ്പോഴും അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നമുക്ക് നമ്മളെ നാടാണ് സാറേ വലുത്. എറണാകുളം ഉമ്മമാരി സതീശനും മറ്റേ ചെനത്തലയും കൂടി ആ കൊച്ചുങ്ങളെ ഇടങ്ങേറ കൊല്ല കൊടുത്തോണ്ടിരിക്കണേന്ന്. പിന്നെ എത്രയും പെട്ടെന്ന് സാറ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അതങ്ങനെ നശിഞ്ഞു പോകില്ല. നമ്മുടെ രാജ്യം നശിയും, നമ്മളും നശിയും, അതിങ്ങനെ നശിയും. അപ്പൊ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമാണ്. ഈ പറഞ്ഞ ഇതുങ്ങളെ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ് എപ്പോഴും. സാറ് ഈ ചാനൽ തുടങ്ങിയതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തട്ടെ. രാഹുലിനെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അവർ രാജിവെപ്പിച്ചു. ഓക്കെ, അത് അവർ തിരഞ്ഞെടുത്തതാണ്. പിന്നെ അവർ പ്രാഥമിക അംഗത്വം കളഞ്ഞു കോൺഗ്രസിന്റെ. പിന്നീട് ഇനി അവർക്ക് രാഹുലിന്റെ മേലെ തന്നെ അധികാരമുള്ളത്. ഈ സതീശനൊന്നും ഒരു അധികാരവും ഇല്ല. ഒരുത്തനും പറയാൻ പറ്റില്ല ഞാൻ കോൺഗ്രസിന്റെ ആളാണെന്ന് അവനൊന്നും പറയാൻ പറ്റില്ല. അവനെല്ലാം മാറ്റി നിർത്തിയിട്ട് പിന്നെ എന്തിനാ പറയുന്നത്? പിന്നെ അവൻ ഈ കാട്ട പൈസയുടെ ഏത് കേസ്, ഏത് യുവ MLA-മാരോ യുവ നേതാക്കന്മാരോ പൊക്കിക്കൊണ്ട് വരുമ്പം ഇവൻ അതിന് പോലും ശബ്ദിക്കത്തില്ല. ഇവൻ അതിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന്റെ കാശെല്ലാം മേടിച്ചിട്ട് പിന്നെ അവൻ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ദുബൈക്ക് പറക്കുക. ഇവൻ അത്ര നല്ലവനാണോ? രമേശ് നല്ലവനാണോ? വേണുഗോപാൽ നല്ലവനാണോ? ഇവരാരും നല്ലവരൊന്നുമല്ല. ഇവരെല്ലാം ഇവരെ സ്വന്തമായിട്ട് പുറകോട്ട് ചിന്തിക്കണം. ഒരുത്തന്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പം ബാക്കി 4 വിരലും അവന്റെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത്. അവനത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പിള്ളേർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുവിന്റെ കൂടെ ഇരുന്ന് നമ്മൾ ഫുഡ് അടിക്കൂ. യൂത്ത് കോൺഗ്രസ്സുകാരൻ പയ്യനെ എടുത്തിടിച്ച് 2 കൊല്ലം മുമ്പ് ഉള്ളത് CCTV-യിൽ ഉള്ളത് പുറം ലോകം കാണുന്ന സമയത്ത് ഇവൻ തിന്ന ഫുഡ് വാരി അടിച്ചിട്ട് അവസാനം ആ പായസം കൂടെ നക്കി തിന്നുന്നത് കണ്ടപ്പോ എന്റെ കർത്താവേ. അതുപോലെ തന്നെ ഇവൻ ആ കേക്ക് മുറിച്ചിട്ട് ഇവൻ ആ കേക്ക് തിന്നോ? ഇവൻ സ്ഥിരം കേക്ക് തീറ്റിക്കാരനാണ്. അതുകൊണ്ടല്ലേ ഇവൻ പിടി പൊട്ടും മറ്റേത് പൊട്ടും. ഇവനായിട്ട് മിണ്ടരുത് പ്രതിപക്ഷത്തിന്റെ വെടി ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ വെടിവെട്ടത്തിന്റെ ഉണ്ടയാ പൊട്ടിച്ചത്. അവൻ ആ വെടി പൊട്ടിക്കുന്നതിന് പകരം ആ പൈസയും മേടിച്ച് അവൻ ദുബായിക്ക് കിടക്കുകയായിരുന്നു. കള്ളപ്പന്നികള് കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിക്കുക ഉമ്മാരെല്ലാം കൂടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ രാഹുൽ പിന്നെ നിയമസഭ വരണം. രാഹുലിനെ തെരഞ്ഞെടുത്തത് പാലക്കാട്ടെ ജനങ്ങളാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്തിട്ടുണ്ട്, BJP-കാരൻ വോട്ട് ചെയ്തിട്ടുണ്ട്, സോദരൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സതീശനല്ല പോയി വോട്ട് ചെയ്തത്. സതീശന്റെ പണി നോക്കി അവിടെ വീട്ടിൽ ഇരുന്നാൽ മതി മിണ്ടാതെ. ഇപ്പം നിയമസഭയിലൊന്നും എല്ലാം നല്ലതായിട്ട് പ്രതിപക്ഷത്തിനെതിരെ
ഭരണപക്ഷത്തിനെതിരെയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും സതീശന്റെ വായിൽ ആപ്പാവും. അതുകൊണ്ടാണ് സതീശൻ ഉണ്ടാത്തത്. പേര് പങ്കജം. ഞങ്ങൾ പാലക്കാട്ട് നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഒരു കാരണവശാലും ഈ പറഞ്ഞ പ്രതിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിർത്താൻ അയക്കാൻ പാടില്ല. നിങ്ങൾ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ദിവസം ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ. ഒരു കാരണവശാലും ഈ പറഞ്ഞ വേണ്ടാത്ത കാര്യം ഇറക്കിയിട്ട് ആ കുട്ടിനെ ഉള്ളിലേക്ക് ആക്കിയതിന് വെളിയിൽ കൊണ്ടുവരുന്ന കടമ നിങ്ങളുടെയാണ് സാറേ. നിങ്ങൾ അത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് ഈ 10-15 ദിവസം വരെ നിങ്ങൾ അതിന്റെ പിന്നാലെ നിന്ന് നിങ്ങൾ ഈ കാര്യം ചെയ്തതിന് വേണ്ടാത്ത ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങി നന്നിയിട്ട് ഈ കുട്ടിനെ വെളിയിലാക്കി പറഞ്ഞ ഞങ്ങളുടെ പാലക്കാടന്മാര് വെറുതെ വിടില്ല. ഞങ്ങൾ ഇനി പാലക്കാട്ടേക്ക് ഈ പ്രതിനെ ഇവിടെ കയറ്റില്ല. ഞങ്ങളുടെ കുട്ടിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ പഴയ ആളിനെ പോലെ ആക്കി തരാൻ നിങ്ങൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ടാണ് ഇതിവിടെ എത്തിച്ചത്. നിങ്ങളുടെ ഒരു ചാനൽ കാരണം കൊണ്ടാണ് ആ കുട്ടിനെ ഇത്രയും ഇവിടെ എത്തിച്ചത്. ഞങ്ങൾക്ക് 100 നന്ദിയാണ്. ഞങ്ങൾ ഇതവിടെ ശ്രീകണ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആയി പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കയറി വരണ്ട പറഞ്ഞു. ഞാൻ കള്ളന്മാരിനെ നിങ്ങളുടെ കൂടെ നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി കയറി വന്നാൽ ഞങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യില്ല. ഞങ്ങളുടെ പാലക്കാടന്മാർക്ക് ഒരു വോട്ട് നിങ്ങൾക്ക് തരില്ല. ഈ 4 ആൾക്കാരിനെ പുറത്താക്കി കഴുകി വിട്ടിട്ട് ആദ്യം നിങ്ങളുടെ വീട് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ വോട്ട് തരാം. ഞങ്ങളുടെ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പഴയ ആളാക്കിയിട്ട് നിങ്ങളൊരു പൊന്നം സാറാണ്. നിങ്ങൾ എന്തായാലും വേണ്ടില്ല. ഈ സാറ് ഈ കാര്യം നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തതിന് ഞങ്ങൾ നിങ്ങളോട് 100 നന്ദിയാണ്. ഞാൻ ഒന്നും പറയാൻ ഇതാകില്ല. എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ വിളിച്ചതാണ്. എന്തായാലും നിങ്ങൾ നല്ലോണം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തിക്കുന്ന സാറിന് ഞങ്ങളുടെ എന്താ ചോദിച്ചാൽ ഞങ്ങളോട് ആൾക്കാർ പറയണത് ഒരു വാക്കിനും ഈ സാറിൻ്റെ അടുത്ത് ഞാൻ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് എന്തായാലും വേണ്ടില്ല. ഈ കാര്യം നിങ്ങളായതുകൊണ്ട് ഇത് വെളിപ്പെടുത്തി ഇത് സത്യത്തിന്റെ ബോർഡിൽ വരുന്നു നിങ്ങൾ പറഞ്ഞാൽ വിളിക്കുന്നു സാറേ നിങ്ങളെ. തീർച്ചയായിട്ടും ITV ന്യൂസ് എന്നും സത്യത്തിന്റെ ഭാഗത്തായിരിക്കും. സത്യത്തിന്റെ ഭാഗത്ത് തന്നെ. സാർ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സാറിന്റെ ഒരു നന്ദി കൊണ്ടാണ് ഈ കാര്യം വെളിയിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കാര്യം ഇല്ല, ഇത് പണം വാങ്ങിയതാണെന്ന് അറിഞ്ഞില്ലേ? ഇയാൾ പണം വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് പാന്റ് ഷർട്ട് ഇട്ടിട്ട് പെടുന്നത് അതറിയോ? പണം വാങ്ങാൻ വേണ്ടി ദുബായിക്ക് വേണ്ടി പോയത്, പണം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങളുടെ ചാനലിൽ ഈ കാര്യം നിങ്ങൾ വെളിപ്പെടുത്തി ഈ കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് യോഗം ഉണ്ട്. എല്ലാവരും നിങ്ങൾക്ക് നന്മ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രേ പറയാനുള്ളൂ സാറേ എനിക്ക്. ഞാൻ ബാലകൃഷ്ണൻ, കണ്ണൂർ മമ്പറത്തുനിന്ന് വിളിക്കുന്നു. രാഹുൽ മാക്കൂട്ടോ നിയമസഭയിൽ 15-ാം തീയതി എത്താൻ നിങ്ങളുടെ അഹോരാത്രം പ്രയത്നിക്കുന്ന വെച്ച് രാഹുൽ ഗാന്ധിനെ ഒന്ന് അറിയിക്കേണ്ട എന്തെങ്കിലും ശ്രമമുണ്ടോ? ഈ VD സതീശന്റെ ഒറ്റ വാശിയെ ഒഴിവാക്കണം. ഓനെല്ലാം 73-74 വയസ്സായില്ല. കളവ് ഇപ്പോൾ വയസ്സായിട്ടെല്ലാം ജയിച്ച് എനിക്ക് ഉള്ളത് നേതാവായി വരികയാണെന്നുണ്ട്. അവിടെ ആ 3 എണ്ണത്തില് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറുപ്പക്കാരാ അല്ലെങ്കിൽ കേരളത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല. കണ്ണൂരൊന്നും ഒരു കോൺഗ്രസ് ഉണ്ടാവില്ല. അല്ല, കണ്ണൂരിന് ഒരു കോൺഗ്രസ് ഉണ്ടാവില്ല. അങ്ങനെ CPM തന്നെ അടുത്തതിന് വരും. അതിന് വേണ്ടിയിട്ടല്ലേ സതീശൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉടുപ്പും ഒരുമയില്ലാണ്ട് ഈ കുഴപ്പം അത്രയും പോലീസ് സ്റ്റേഷൻ തന്നെ വർദ്ധിച്ച് ഇതെല്ലാം നിൽക്കുമ്പോൾ ഉടുപ്പും ഒരുമയില്ലാണ്ട് ഖത്തറിന്നൊക്കെ 150 രൂപ ചോദിക്കുന്ന പോവുക. ഓണത്തിന് കേക്ക് കുടിക്കാൻ പോവുക അവൻ. അതെല്ലാം കൊണ്ട് എനിക്ക് ഈ VD സതീശൻ നമ്പർ തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിളിക്കാത്ത നിൽക്കുന്നു. പക്ഷെങ്കിൽ അവനിപ്പോ കേസാൽ എന്ത് കൊടുത്താലും നമുക്ക് വലിയ പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും വലുത് മാക്കൂട്ടാണ്. നമ്മളെ 24 മണിക്കൂർ ഈ ചാനലേ വെക്കുന്നുള്ളൂ. വേറെ ഒരു സീരിയൽ ഒന്നും കാണില്ല. പണിയും കഴിഞ്ഞ് വന്നാൽ പാടി ഇതാ കേൾക്കുന്ന. അതാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക. എന്തായാലും രാഹുൽ ഗാന്ധിനെ എത്രയും പെട്ടെന്ന് ഈ 1-2 ദിവസം കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ അയാളെ മനസ്സിലാക്കിയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഈ 2 ആഴ്ച വരാത്ത നിങ്ങൾ പ്രയത്നിച്ചില്ല. അതിന്റെ ഫലം കിട്ടേണ്ട ഇതും കൂടി ചെയ്യണം. ഇപ്പോ ഈ ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഈ പെണ്ണുങ്ങൾ കൊടുത്തിരിക്കുന്ന മൊഴിയില് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു മൊഴിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും അവർക്കുണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു ചെറുപ്പക്കാരനെ അവന്റെ ഔദ്യോഗിക പദവിയും മറ്റു കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുമ്പാകെ അപമാനപ്പെടുത്തിയ ഈ സ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കുകയും ഇതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരിൽ കേസെടുക്കുകയും അയാൾ ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്യേണ്ടതല്ലേ? ഇത് ഈ പൊതുസമൂഹത്തിനെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നാണം കെട്ട പരിപാടിയല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടികളെ ശരിക്കും കസ്റ്റഡിയിലെടുത്ത് നല്ല നീതിബോധമുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ തത്ത പറയണ പോലെ ഇതിന്റെ സത്യാവസ്ഥ പറയും.
ഇതിനകത്ത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ശരിയായ രീതിയിൽ ഈ പ്രതിപക്ഷങ്ങൾക്കെതിരെ അല്ലെ BJPക്കും അല്ലെങ്കിൽ CPM-നും എതിരെ ശരിയായ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നില്ല. അപ്പം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MP, അതുപോലെ തന്നെ തക്കം പാർത്ത് ഈ തവളയുടെ കണക്ക് പതുക്കെ പതുങ്ങി ഇരപിടിക്കാനിരിക്കുന്ന പതുങ്ങിയിരിക്കുന്ന അതേപോലെ തവളേനെ പോലെയുള്ള നമ്മുടെ K. മുരളീധരൻ, ഞങ്ങൾക്കുണ്ട് ആഗ്രഹം, അവസരം നോക്കിയിരിക്കാം. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ തക്കം പാർത്ത് ഇവരൊക്കെ കൂടി ഒരു ഗൂഢമായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ മകളെ പോലെയെന്നും അപ്പനെ പോലെയും എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുൻപാകെ നിർത്തി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കേരളത്തിനുമൊക്കെ പ്രയോജനപ്പെടേണ്ടതായ ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ തേജോവധം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ നിയമം ശരിക്കും നോക്കുകുത്തികളാണ്. ഏതെല്ലാം കേസുകളിൽ സ്വമേധയാ ചില ജുഡീഷ്യൽ ഓഫീസർമാര് അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ജഡ്ജിയോ ഒക്കെ കേസെടുക്കാറുണ്ട്, അവരാരും അനങ്ങുന്നില്ല. അതുപോലെ തന്നെ സ്വമേധയാ വനിതാ കമ്മീഷൻ കേസെടുക്കാറുണ്ട് പലരുടെ പേരിൽ, അവരാരും അനങ്ങുന്നില്ല. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടനയുമില്ല. അപ്പോൾ ഈ സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്ത് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുക, നിയമപരമായി അവരെ നുണപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക, പ്രതിപക്ഷ നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പുതിയ ഒരു APCC പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരിക, ഈ സത്യം വെളിച്ചത്ത് വരുന്ന ഈ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പാർട്ടിയിലുള്ള MM ഹസനൊക്കെ 1-2 പ്രാവശ്യം വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ശബ്ദമൊന്നും വരുന്നില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകനാണെങ്കിൽ, ചാണ്ടി ഉമ്മനാണെങ്കിലും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. അതുപോലെ തന്നെ പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും അവരും ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. എല്ലാവർക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണം. ആ സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആരും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകും? ഈ കോൺഗ്രസിലെ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾ കാക്കേണ്ടത്? ഒരു സഹപ്രവർത്തകനെ അയാളുടെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ ആ സഹോദരന്റെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താതെ, ഒരു സമയം കൊടുക്കാതെ, ഈ കടുവകളുടെ വായിലേക്ക് മാൻപേടയെ ഇട്ടുകൊടുത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇട്ടുകൊടുക്കുകയും നീ മണ്ഡലത്തിൽ കാലുകുത്തി പോകരുത്, നിയമസഭയിലേക്ക് കയറി പോകരുത് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചു. ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇതിന്റെ ലീഡർമാര്, യവന്മാരിതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്? ഇവന്മാരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകള് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? ഇവരുടെയൊക്കെ കണ്ണിലെല്ലാം നമുക്ക് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ നമ്മുടെ ഈ അഭിമാനത്തെ കരുതി ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവന്മാരത് തന്നെ പരിഹാരം ഉണ്ടാക്കണ്ടേ? അയാളെ ഇപ്പൊ ജയിലിൽ അടച്ച കണക്ക്
കടലിനും തീയിനും ഇടയിൽ പെട്ടതുപോലെ അയാളെ ഇപ്പൊ വീട്ടിലിരുത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ബംഗ്ലാദേശിൽ നടന്നത് നമ്മൾ കണ്ടു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അതിലും വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് നേപ്പാളിൽ. ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഈ വീരപ്പന്മാരെ പോലെയുള്ള നേതാക്കന്മാരെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഐങ്കിളി എന്താ പറയാ പെണ്ണുങ്ങളും എല്ലാവരും കൂടി ശാന്തിയും സമാധാനവും പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.